പ്രിയമുള്ളവരെ നമസ്കാരം. വി ഡി സവർക്കറുടെ ജീവിതത്തെ ആസ്പദമാക്കി ബോളിവുഡ് താരം രൺദീപ് ഹുഡ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വതന്ത്ര വീര സവർക്കർ. ഹുഡ തന്നെയാണ് ചിത്രത്തിലെ സവർക്കറെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 22 റിലീസ് ചെയ്ത ചിത്രത്തിൽ തിയേറ്ററുകളിൽ നിന്ന് അത്ര നല്ല പ്രതികരണമല്ല ലഭിക്കുന്നത്. ഹിന്ദി മറാത്തി ഭാഷയിലെത്തിയ ചിത്രത്തിൻ്റെ ഓപ്പണിംഗ് കളക്ഷൻ 1.5 കോടിയായിരുന്നു. 6-ാം ദിവസം 1 കോടി മാത്രമാണ് നേടിയത്. ആഴ്ചയിലെ ഏറ്റവും കുറഞ്ഞ കളക്ഷനായിരുന്നു ഇത്. 7-ാം ദിവസത്തെ കളക്ഷൻ 1.15 കോടിയാണ്. തനിക്ക് അച്ഛൻ തന്ന തൻ്റെ പിതൃസ്വത്ത് വിറ്റാണ് ഈ സിനിമ എടുത്തതെന്നും എനിക്ക് എൻ്റെ മുടക്കുമുതൽ പോലും തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നും പ്രൊഡ്യൂസർ കൂടിയായ ഹുഡ പറയുന്നു. രൺദീപ് ഹുഡയ്ക്കൊപ്പം അങ്കിത ലോഖണ്ഡെ, അമിത് സിയാൽ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഉത്കർഷ് നദാനി, രൺദീപ് ഹുഡയും ചേർന്നാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. സി സ്റ്റുഡിയോസ്, ആനന്ദ് പണ്ഡിറ്റ്, രൺദീപ് ഹുഡ, സന്ദീപ് സിംഗ്, യോഗേഷ് രഹാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. രൂപ പണ്ഡിറ്റ്, സാം ഖാൻ, അൻവർ അലി, പാഞ്ചാലി ചക്രവർത്തി എന്നിവരാണ് സഹ നിർമ്മാതാക്കൾ. സവർക്കറുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമ പ്രൊപ്പഗണ്ടയല്ലെന്ന് അവകാശപ്പെട്ട് രൺദീപ് ഹുഡ രംഗത്തെത്തിയിരുന്നു. സവർക്കർ മാപ്പ് പറഞ്ഞിട്ടില്ലെന്നും ജയിലിൽ നിന്നും ദയാഹർജി മാത്രമാണ് നൽകിയതെന്നും ഹുഡ പറയുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ഖുദിറാം ബോസ് തുടങ്ങിയ വിപ്ലവകാരികൾക്ക് പ്രചോദനമായത് സവർക്കറാണെന്ന് നടൻ രൺദീപ് ഹുഡയുടെയും കുറിപ്പിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസവും പ്രതിഷേധവും ഉയർന്നിരുന്നു. കശ്മീർ ഫയൽസ് ടാക്സ് ഫ്രീ കൊടുത്ത് സർക്കാർ ഇറക്കിയിട്ടും അത് ഉദ്ദേശിച്ച ലാഭം കണ്ടില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച വിജയം കണ്ടില്ല. അതിനുശേഷം അലി അക്ബർ എന്ന രാമസിംഹൻ സംവിധാനം ചെയ്ത പുഴ മുതൽ പുഴ വരെ എന്ന സിനിമയും ദി കേരള സ്റ്റോറി എന്ന സിനിമയും ഇതിനിടയ്ക്ക് ഉറി എന്ന സിനിമയും വന്നു. ഇത്തരം തോൽവി പടങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ ഇതാ സ്വതന്ത്ര വീര സവർക്കർ എന്ന സിനിമയും എത്തിയിരിക്കുകയാണ്. ഇപ്പറഞ്ഞ ഏത് സിനിമ എടുത്തു നോക്കിയാലും അതിലെല്ലാം മുസ്ലിം വിരോധം കുത്തി നിറച്ച പടക്കങ്ങളാണെങ്കിലും സിനിമ 1-2 ദിവസം കൊണ്ട് നനഞ്ഞ പടക്കങ്ങളായി. എന്നിരുന്നാൽ പോലും ഓരോ സിനിമ പൊട്ടിയാലും വീണ്ടും വീണ്ടും ഇത്തരം സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടായിരിക്കാം ഇത്തരം സിനിമകൾ വന്ന് അതിൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വർദ്ധിപ്പിക്കാനും മുസ്ലിങ്ങളെ വളരെ ക്രൂരന്മാരായി ചിത്രീകരിക്കാനും ഈ സിനിമ നിർമ്മിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നാടിൻ്റെ ശത്രുക്കളാണെന്നും യഥാർത്ഥ രാജ്യസ്നേഹികൾ സംഘപരിവാറുകാരാണെന്നും അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ടയുമായി നടക്കുന്നവരാണെന്നും ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഈ സിനിമകൾ ഇങ്ങനെ തുരെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ വെറും നനഞ്ഞ് ചീഞ്ഞ പടക്കങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് മൊത്തത്തിൽ ആളുകൾ കുറവാണ്. ശരിക്കും പറഞ്ഞാൽ സംഘപരിവാർ പോലും ഈ സിനിമ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഇന്ത്യയിലെ സംഘപരിവാറുകാർ കണ്ടാൽ തന്നെ സിനിമ വിജയമായേനെ. പക്ഷെ അതുപോലും കാണാൻ അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.